Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അനീമിയ? എന്താണ് ഈ അനീമിയ എന്ന് പറയാം? നമുക്കറിയാം നമ്മുടെ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ നോർമൽ ലെവലിനേക്കാളും കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഈമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്, അനീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡ് ഇല്ലാത്ത കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ നോർമൽ ലെവലിനേക്കാളും കുറയാണ്. അങ്ങനെ നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം വരിക? നമ്മളെ ഹീമോഗ്ലോബിൻ ആണ് നമ്മളെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ നമ്മളുടെ RBCയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്താവും? ഡിക്രീസ്ഡ് ആവും. അതായത് ഓക്സിജൻ മര്യാദയ്ക്ക് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? അതൊരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് മെയിൽസിന്റെ കേസിൽ HB കൂടുതലും കമ്പയർ ടു ദി ഫീമെയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൽസിൽ HB കൂടുതലായിരിക്കും. സോ ഒരു 13 to 17 gram per DL ആണ് നമ്മൾ മെയിൽസിന് നോർമൽ ലെവൽ എങ്കിൽ ഫീമെയിൽസിന് ഒരു 12 to 15 gram per DL ആണ് HBന്റെ ലെവൽ. ഇവിടെ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് എപ്പോഴും നോക്കി വെക്കുക. കാരണം നമ്മൾ ഗ്ലൂക്കോസിന് കൊളസ്ട്രോളിനൊക്കെ പറയുന്ന കേസിൽ നമ്മൾ മില്ലിഗ്രാം പെർ DL ആയിരിക്കും പറയുന്നത്. പക്ഷെ HBന്റെ കോൺസെൻട്രേഷൻ നമ്മൾ അതുപോലെ പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ ഒക്കെ ഗ്രാം പെർ DLലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയാറുള്ളത്. ഓക്കെ, സോ അതാണ് അനീമിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനീമിയ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന്. RBCന്റെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മൾ RBC ഇൻഡിസസിന്റെ ബേസ് ചെയ്തിട്ട് മോർഫോളജിക്കലി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അനീമിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ആൻഡ് നോർമോസൈറ്റിക് നോർമോക്രോമിക്, ലാസ്റ്റ് വൺ മാക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാല് അവിടെയുള്ള RBC എങ്ങനെയായിരിക്കും? ചെറിയ സാധാരണ നോർമൽ സൈസിനേക്കാളും ചെറുതുമായിരിക്കും. ഹൈപ്പോക്രോമിക്, ക്രോമോ എന്ന് പറഞ്ഞ കളറിലെ കളറും കുറവായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും താലസീമിയയിലും RBC എങ്ങനെ ആയിരിക്കും? രണ്ട് ടൈപ്പ് ഓഫ് അനീമിയയിലും നമുക്ക് RBCന്റെ സൈസും കുറവായിരിക്കും, കളറും കുറവായിരിക്കും. അപ്പൊ രണ്ട് രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എങ്ങനെയായിരിക്കും RBC എന്നോ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നോ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോർമോസൈറ്റിക് നോർമോക്രോമിക്. ഇത് അനീമിയ ആണ്, പക്ഷെ എങ്ങനെയുള്ള അനീമിയാണ്? RBCന്റെ സൈസിലോ RBCന്റെ കളറിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള സൈസും കളറുള്ള RBC ആയിരിക്കും ഇവിടെ ഉണ്ടാകും. ഇപ്പോ ബ്ലഡ് ലോസിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ബ്ലഡ് ലോസ് സംഭവിക്കും. അവിടെ RBCന്റെ സൈസിലൊന്നും കളറിലോ വ്യത്യാസം വരുന്നില്ല, മൊത്തത്തിൽ ബ്ലഡ് കുറയാണ്. അതേപോലെ ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ RBCന്റെ ബ്രേക്ക് ഡൗൺ, ലൈറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം RBC ബ്രേക്ക് ഡൗൺ. അപ്പം RBC ബ്രേക്ക് ഡൗൺ കൂടി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ അനീമിയ ഉണ്ടാവും, ബ്ലഡ് കുറയും, RBCന്റെ ലെവൽ കുറയും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് രണ്ട് അനീമിയയിലും നോർമൽ ആയിട്ടുള്ള RBCs ആയിരിക്കും ഉണ്ടാവുന്നത്. ബ്ലഡ് ലോസ് ഉണ്ടാവുമ്പോഴും ഹീമോലൈറ്റിക് അനീമിയ. ഇനി മാക്രോസൈറ്റിക് അനീമിയ. മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ നോർമലിനേക്കാളും വലിയ RBCs ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ എങ്ങനെ ആയിരിക്കും? യെസ്, ഈ ടൈപ്പ് ഓഫ് അനീമിയനെ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയുക. മെഗാലോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വലിയ സെൽസ് ആയിരിക്കും. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് എക്സാമ്പിൾ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ, അതുപോലെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സോ ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്തിയോളജി അല്ലെങ്കിൽ അണ്ടർലൈൻ കണ്ടീഷൻ, കാരണം എങ്ങനെ ആൾക്ക് അനീമിയ വന്നു എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് അനീമിയ വരാം? മെയിൻ 3 കാരണങ്ങളാണ്. ഒന്ന്, RBCന്റെ പ്രൊഡക്ഷൻ കുറയുന്നത്, മര്യാദയ്ക്ക് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ ടു ഡിക്രീസ്ഡ് RBC പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവുന്ന RBC ഡിസ്ട്രക്ട് ആയി പോകുന്നത്. ഇപ്പൊ ഹീമോലൈറ്റിക് അനീമിയ ഒക്കെ എന്താണ്? ഈ ഒരു ഇൻക്രീസ്ഡ് RBC ഡിസ്ട്രക്ഷന്റെ കാറ്റഗറിയിൽ വരുക. RBC ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് നോർമൽ ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്ത് ആയി പോവാണ്?
ഹീമോളൈസിസ് സംഭവിക്കുന്നത്. അതിനെയാണ് ഹീമോളൈറ്റിക് അനീമിയ ആ ഒരു കാറ്റഗറിയിലായിരിക്കും. പിന്നെ ബ്ലഡ് ലോസ് കാരണം നമുക്ക് അനീമിയ വരാം. പ്രൊഡക്ഷനും കറക്റ്റ് ആണ്, ബ്രേക്ക് ഡൗൺ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് നമുക്ക് എന്ത് വരാം, അനീമിയ വരാം എന്നുള്ളതാണ്. അപ്പൊ ഈ RBC പ്രൊഡക്ഷന്റെ മര്യാദയ്ക്ക് RBC പ്രൊഡക്ട് ചെയ്യാതൊക്കെ ഈ അപ്ലാസ്റ്റിക് അനീമിയയിലൊക്കെ നമുക്ക് RBC പ്രൊഡക്ഷൻ നടക്കില്ല. കാരണം അപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് അവിടെ ഗ്രോത്ത് RBCന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ ബോൺ മാരോ ഫെയിലിയറിലൊക്കെ നമുക്ക് എന്ത് വരാം, ഈ പറഞ്ഞ RBC പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് HB എസ്റ്റിമേഷൻ ബൈ സാലീസ് മെത്തേഡ്. നമ്മൾ HB എസ്റ്റിമേഷൻ പല മെത്തേഡിലും ചെയ്യാറുണ്ട്. സാലീസ് മെത്തേഡ്, സാൻമെത്ത് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് മെത്തേഡിൽ നമ്മൾ HBന്റെ എസ്റ്റിമേഷൻ ചെയ്യാറുണ്ട്. അതിൽ ഈ സാലീസ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അവിടെ എങ്ങനെയാണ് നമ്മൾ HB മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. HBന്റെ സാലീസ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് അവിടെ HB എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, ആസിഡ് ഹെമാറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യാണ്. എപ്പോ ഈ ഡൈല്യൂട്ട് ചെയ്ത HCl ആയിട്ട് അത് ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ HB എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഹെമാറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആരുടെ പ്രസൻസിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ്. 0.1 നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാലീസ് മെത്തേഡിന് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ അത് ഹെമാറ്റിനായിട്ട് മാറുമ്പോൾ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. ആ കളർ നമ്മൾ ഓൾറെഡി സാലീസിന്റെ ഈ കമ്പാരറ്റർ ഉണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ HBന്റെ കോൺസെൻട്രേഷൻ നോക്കുന്നത്. കാരണം HB കൂടുതലാവുന്നതിനനുസരിച്ച് ആ കളറിൽ വേരിയേഷൻസ് വരും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാലീസ് മെത്തേഡില് HBന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. HB എന്തായിട്ട് മാറും, HClന്റെ പ്രസൻസിൽ ഹെമാറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഹെമാറ്റിന്റെ കളറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്പാരറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ HBന്റെ എസ്റ്റിമേഷൻ ആണ് ഈ സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയാറുള്ളത്. HBന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ല മെത്തേഡാണ് ഈ സാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ ഡ്രാഫ്കിൻസ് മെത്തേഡ് എന്നും പറയും. കാരണം അവിടെ യൂസ് ചെയ്യുന്നത് ഡ്രാഫ്കിൻസ് റിയേജന്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡ്രാഫ്കിൻസ് മെത്തേഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാല് HB എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പേരിൽ തന്നെയുണ്ട്. അപ്പൊ സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറണമെങ്കിൽ ആരുടെ പ്രസൻസ് വേണം, ഈ ഡ്രാഫ്കിൻസ് റിയേജന്റിലെ പൊട്ടാസ്യം ഫെറിസയനൈഡിന്റെയും പൊട്ടാസ്യം സയനൈഡിന്റെയും പ്രസൻസിൽ എന്തായിട്ട് മാറുകയാണ്, സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറാണ്. ഹീമോഗ്ലോബിന് പൊട്ടാസ്യം ഫെറിസയനൈഡിന്റെയും പൊട്ടാസ്യം സയനൈഡിന്റെയും പ്രസൻസിൽ സാൻമെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു കളറ് നമ്മൾ കളറിമെട്രിക്കലി അല്ലെങ്കിൽ കളറിമീറ്ററിലോ സ്പെക്ട്രോഫോട്ടോമീറ്ററിലോ 540 നാനോമീറ്ററിൽ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് അതിന്റെ അബ്സോർബൻസ്. ഓർത്ത് വെക്കേണ്ടത് സാൻമെത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിനെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണ്, ഇതാണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് HBന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. 540 നാനോമീറ്ററിലാണ് നമ്മളത് റീഡ് ചെയ്യുന്നത്. കളർ നമ്മൾ കമ്പയർ ഒന്നും ചെയ്യല്ല ചെയ്യുന്നത്, അത് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്? എന്താണ് ഈ റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ? റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇമ്മച്ചുവർ ആയിട്ടുള്ള RBC ആണ്. അതായത് മെച്ചുവർ ആയിട്ടുള്ള RBCന്റെ മുന്നത്തെ സ്റ്റേജ്, ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് എന്ത്, റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഏർലി സ്റ്റേജ് ഓഫ് RBCയിൽ നമുക്ക് എന്ത് പ്രസന്റ് ആണ്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അത് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചാണ് അതിന്റെ ന്യൂക്ലിയസ് പോകുന്നത്. ഇപ്പൊ റെറ്റിക്കുലോസൈറ്റ് എന്നുള്ള സ്റ്റേജ് എത്തുമ്പോഴേക്ക് അതിൽ ന്യൂക്ലിയസ് കാണുന്നില്ല, പക്ഷെ അവിടെ എന്തുണ്ടാവും, RNAന്റെ റെമനൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ RNA ഉണ്ടാവും. പിന്നെ ആ റെറ്റിക്കുലോസൈറ്റും മെച്ചർ ആയിട്ട് RBC ആവുമ്പോഴേക്ക് അതിൽ RNA ഉണ്ടാവില്ല, ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്ത സ്റ്റേജിലേക്ക് മാറും. സോ ഈ ഒരു റെറ്റിക്കുലോസൈറ്റിന് നമ്മൾ ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡാണ് സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ സ്റ്റെയിനിങ്, അതേപോലെ ന്യൂ മെഥിലിൻ ബ്ലൂ സ്റ്റെയിനിങ് ഒക്കെ ഈ ഒരു സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ റെറ്റിക്കുലോസൈറ്റിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനുകളാണ് ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, സുപ്രാവൈറ്റൽ സ്റ്റെയിൻ. സാധാരണ ഒരു റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഒരു 0.5 to 2% ആയിരിക്കും.
RBCയിൽ മൊത്തത്തിൽ പെർസെന്റേജിൽ ഒരു 0.5 to 2% ആയിരിക്കും എന്ത് ചെയ്ത റെറ്റിക്കുലോസൈറ്റ്. കാരണം റെറ്റിക്കുലോസൈറ്റ് നമ്മൾ ബോൺ മാരോയിലായിരിക്കും കൂടുതൽ കാണുന്നത്. RBC പെരിഫറൽ സർക്കുലേഷനിൽ അതിൽ കുറച്ച് കോൺസെൻട്രേഷനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കൂടും. ഇപ്പൊ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് RBC ഡിസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അനീമിയ ആണ് അല്ലെ. അതിൽ കൂടുതലായിട്ട് RBC പ്രൊഡ്യൂസ് ചെയ്യും ബോൺ മാരോന്ന്. അങ്ങനെ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കൂടിയിട്ട് ഹീമോലൈറ്റിക് അനീമിയയിൽ എന്ത് കാണും, ഈ പറഞ്ഞ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് കൂടും. അതുപോലെ തന്നെ നമ്മളിപ്പോ അയൺ ഡെഫിഷ്യൻസി അനീമിയക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും RBCന്റെ പ്രൊഡക്ഷൻ കൂടൂലേ ബോൺ മാരോന്നു. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ റെറ്റിക്കുലോസൈറ്റ് സർക്കുലേഷനിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതായത് ബോൺ മാരോയിൽ കൂടുതലായിട്ട് RBC പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നമുക്ക് കൂടുന്നത്. അത് ഹീമോലൈറ്റിക് അനീമിയയിലും കാണാം. ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലൊക്കെ നമുക്ക് ഈ പറഞ്ഞ റെറ്റിക്കുലോസൈറ്റ് സർക്കുലേഷനിൽ കൂടും. അത് കുറെ എപ്പോഴാണ് നേരത്തെ, അതായത് ബോൺ മാരോന്ന് എന്ത് നടക്കുന്നില്ല, RBCന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബോൺ മാരോയുടെ ഫെയിലിയർ സംഭവിക്കുകയാണ്. RBC പ്രൊഡ്യൂസ് ചെയ്യില്ല, ഒരു സെൽസും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്ലാസ്റ്റിക് അനീമിയ, ഈ പറഞ്ഞതുപോലെ RBCന്റെ പ്രൊഡക്ഷൻ നടക്കാത്ത ടൈപ്പ് ഓഫ് അനീമിയാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് ഈ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് നന്നായിട്ട് കുറവ്, മീൻസ് ഉണ്ടാവില്ല. സോ ഇതാണ് റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ESR ആൻഡ് ഇറ്റ്സ് മെത്തേഡ്? എന്താണ് ESR എന്ന് പറഞ്ഞ പേരിലത്തെ ESR മീൻസ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ആണ്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ the rate at which the RBC settle in a column of anticoagulated blood in 1 hour. 1 hour പീരീഡിലാണ് നമ്മൾ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ESR ചെയ്യാറില്ലേ. അപ്പൊ 1 hourൽ എത്രത്തോളം റേറ്റിൽ RBC സെറ്റിൽ ആവുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ESRൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡിൽ കോമൺലി നമ്മൾ ചെയ്യാറുണ്ട്. വിൻഡ്രോപ്സ് മെത്തേഡിലും ചെയ്യാറുണ്ട്, വെസ്റ്റഗ്രൻസ് മെത്തേഡിലും ചെയ്യാറുണ്ട്. ഈ വിൻഡ്രോപ്സ് മെത്തേഡ് നമ്മൾ PCV ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വെസ്റ്റഗ്രൻസ് മെത്തേഡ് ESRന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇതില് ഈ ESRന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മെയിൽസിൽ കുറവും ഫീമെയിൽസിൽ കൂടുതലുമായിരിക്കും. ഐ മീൻ PCVയും ESR ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. കാരണം PCVയിൽ നമ്മൾ അവിടെ വാല്യൂ നോക്കുന്നത് ആ പാക്ഡ് സെല്ലിന്റെ വാല്യൂ ആണ്. കാരണം മെയിൽസിന് സെൽസ് RBCന്റെ കൗണ്ട് കൂടുതലായിരിക്കും ഫീമെയിലിനെ കമ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ പാക്ഡ് സെൽ വോളിയം, സെല്ലിൻ്റെത് വോളിയം ആർക്ക് കൂടുതലായിരിക്കും, മെയിൽസിൽ കൂടുതലായിരിക്കും. സോ എന്നാ ESRൽ നമ്മൾ സെല്ലിന്റെ വോളിയം അല്ല നോക്കുന്നത്, പകരം അവിടെയുള്ള ഒരു പ്ലാസ്മന്റെ വോളിയം ആയിരിക്കും നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം മെയിൽസിൽ സെല്ലിന്റെ വോളിയം കൂടുതലും ആ പ്ലാസ്മന്റെ വോളിയം അപ്പൊ കുറയുമായിരിക്കും. ഫീമെയിൽസിൽ RBCന്റെ വോളിയം കുറയുമ്പോൾ ആ പ്ലാസ്മ കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. മെയിൽസിൽ 0 to 10 എന്നോ 0 to 9 mm/hour ആണ് വരുന്നത്. അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, mm/hour ആണ്. ഫീമെയിൽസിൽ അത് 0 to 20 mm/hour ഒക്കെ നോർമൽ വാല്യൂ ആണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോമേറ്റഡ് ഹെമറ്റോളജി അനലൈസ്. നമ്മളിപ്പോ ലാബില് പണ്ടത്തെ പോലെയല്ല എല്ലാം RBC കൗണ്ടും WBC കൗണ്ടും എന്നൊക്കെ പറഞ്ഞ് മാനുവലി അല്ല ചെയ്യാറുള്ളത്. അവിടെ നമുക്ക് ഓട്ടോമേറ്റഡ് അനലൈസേഴ്സ് ഉണ്ട്. ഹെമറ്റോളജിയിലായിക്കോട്ടെ, ബ്ലഡ് മീനും ബയോകെമിസ്ട്രിയിലൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അനലൈസേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന അനലൈസറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് എന്ന് പറയാം. അല്ലെ ഇപ്പൊ കുൾട്ടർ കൗണ്ടറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്ലോ സൈറ്റോമെട്രിയിൽ വർക്ക് ചെയ്യുന്ന അനലൈസേഴ്സും ഉണ്ട്. സോ ഇവിടെ നമ്മൾ RBCന്റെ സൈസ്, അല്ലെങ്കിൽ RBC മീൻസ് സെൽസിന്റെ സൈസും അതിന്റെ ഇന്റേണൽ കോംപ്ലക്സിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സെല്ലിനെ കൗണ്ട് ചെയ്യുന്നത്. ബ്ലഡ് നമ്മൾ അനലൈസേഴ്സിലേക്ക് കൊടുക്കുന്ന സമയത്ത് RBC കൗണ്ടും WBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. സോ ആ ഒരു RBCന്റെയും WBCന്റെയും പ്ലേറ്റ്ലെറ്റിന്റെയും ഒക്കെ സൈസിന്റെയും അതിന്റെ ഇന്റേണൽ കോംപ്ലക്സിറ്റിന്റെയും ബേസ് ചെയ്തിട്ടാണ് ഇത് RBC ആണ് ഇത് WBC ആണെന്നുള്ള രീതിയിൽ അവരതിനെ കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ ഫിൽട്ടർ കൗണ്ട് കൗണ്ടറിന്റെ അല്ലെങ്കിൽ ഹെമറ്റോളജി അനലൈസറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരം ഒരു ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ RBC ഇൻഡിസസ്.
MCV, MCH, MCHC എന്ന് പറയുന്നത്. RBC ഇൻഡിസസ് എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. MCV എന്ന് പറഞ്ഞാൽ മീൻ കോർപ്പസ്കുലാർ വോളിയം, MCH എന്ന് പറഞ്ഞ മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ, MCHC എന്ന് പറഞ്ഞ മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. MCV എന്ന് പറഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷനും നോർമൽ വാല്യൂ പഠിച്ചു വെക്കണം. MCV എന്ന് പറഞ്ഞാൽ പേരിൽ CV ആണ് അല്ലെ. സോ PCV ബൈ RBC ഇൻറ്റു 10 ആണ് MCVന്റെ കാൽക്കുലേഷൻ. നമ്മൾ RBC കൗണ്ടും WBC കൗണ്ടും ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്തിട്ടാണ് കിട്ടുക. എന്നാൽ ഈ MCV, MCH പോലെയുള്ള RBC ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാറുള്ളത്. സോ MCV എന്ന് പറയുമ്പോൾ PCV ബൈ RBC ഇൻറ്റു 10 ആണ്. MCH എന്ന് പറഞ്ഞ മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ H ആണ് അല്ലെ. സോ HB ബൈ RBC ഇൻറ്റു 10 പഠിക്കാൻ എളുപ്പമാണ്. MCV, CV, PCV ബൈ RBC ഇൻറ്റു 10, MCH, HB ബൈ RBC ഇൻറ്റു 10. ലാസ്റ്റത്തെ വേർഡ് നോക്കിയാൽ മതി. MCHC എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, യെസ്, അവിടെ HB ബൈ PCV ഇൻറ്റു 100 ആണ് വരുന്നത്. ഓക്കെ, HB ബൈ PCV ഇൻറ്റു 100. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ വാല്യൂ കൂടി പഠിച്ചു നോക്കുക. MCV വോളിയം ആണ്. സോ അതിന്റെ വാല്യൂ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 90 അല്ലെങ്കിൽ 80 to 100 ഫെമറ്റോ ലിറ്റർ ആണ് നോർമൽ വാല്യൂ. ലിറ്ററിലാണ്, വോളിയം ആയതുകൊണ്ട് അത് ഫെമറ്റോ ലിറ്ററിലാണ് വരുന്നത്. MCH ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. സോ അത് നമ്മൾ ഗ്രാമിലാണ് പറയാറുള്ളത്. ഇവിടെ അത് പൈക്കോഗ്രാമിലാണ് വരുന്നത്. ഒരു 26 to 32 അല്ലെങ്കിൽ 27 to 33 ഒക്കെയാണ് നമ്മൾ MCHൻ്റെത് നോർമൽ വാല്യൂ പറയാറുള്ളത്. 26 to 32. ഇനി MCHC ആണെങ്കിൽ 32 to 36 ഗ്രാം പെർ DL. ഗ്രാം പെർ DL എന്ന് പറയുമ്പോൾ നമുക്കറിയാം HB ബൈ PCV ആണ്. സോ HBൻ്റെതും PCVൻ്റെതും വെച്ചിട്ട് ഗ്രാം പെർ DL എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, MCHCന്റെ യൂണിറ്റ് പറയേണ്ടത് കേട്ടോ. സോ നോട്ട് ചെയ്ത് വെക്കണം. MCV, PCV ബൈ RBC ഇൻറ്റു 10, നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 100 ഫെംറ്റോലിറ്റർ. MCH എന്ന് പറയുമ്പോൾ HB ബൈ RBC ഇൻറ്റു 10, നോർമൽ വാല്യൂ 26 to 32 പൈക്കോഗ്രാം. MCHC എന്ന് പറയുന്നത് HB ബൈ PCV ഇൻറ്റു 100 ആണ്. ഇത് 32 to 36 ഗ്രാം പെർ DL ആണ് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഓരോ സെഷൻ ആയിട്ട്, ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഓരോ വീഡിയോയിലും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താങ്ക് യു.